നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകും. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്തെല്ലാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തേത് 4 സിലിണ്ടറുകൾ മാത്രമാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. അത് സബ്സിഡി സിലിണ്ടറുകളാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 651 രൂപയിലാണ് അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷനുണ്ട്. കേന്ദ്ര സർക്കാർ മുൻപ് ഇതിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. ആ അപേക്ഷകൾ നൽകി അതിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മുൻപ് 300 രൂപ സബ്സിഡി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും 300 രൂപ തന്നെയാണ് സബ്സിഡി. 9 സിലിണ്ടറുകളാണ് കഴിഞ്ഞ മാസങ്ങൾ വരെ അവർക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ ആ അളവാണ് ഇപ്പോൾ വെട്ടിക്കുറച്ച് 4 മാറ്റിയിട്ടുള്ളത്. അതായത് ഓരോ വർഷവും ഇനി മുതൽ 4 സിലിണ്ടറുകൾക്ക് മാത്രമേ അവർക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ. അതായത് 651 രൂപയായിരിക്കും പ്രാബല്യത്തിലുള്ള തുക. ബാക്കി 300 രൂപയോളം നമ്മൾ ആദ്യം തുക മുഴുവനും കൊടുക്കണം. പിന്നീട് 300 രൂപ അക്കൗണ്ടിലേക്ക് കയറുന്ന രീതിയാണ്. 951 രൂപയോളമാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ നിലവിൽ. അതായത് നോർമലായിട്ടുള്ള മറ്റ് സബ്സിഡിയൊക്കെ ഇല്ലാത്ത മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുക്കുന്നതിന് ചിലവാകുന്നത്. 951 രൂപ എന്ന് പറയുമ്പോൾ ഇത് അടിസ്ഥാന നിരക്ക് മാത്രമാണ്. ഡെലിവറി ചാർജ് മറ്റ് കാര്യങ്ങളുമെല്ലാം തന്നെ ഇതിനോടൊപ്പം കൂട്ടുമ്പോഴേക്കും 1000 രൂപയ്ക്ക് അടുത്ത് തന്നെ നമ്മളുടെ കൈവശം ഉണ്ടാവണം. അതായത് കൃത്യമായിട്ട് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഈടാക്കി കഴിയുമ്പോൾ 1000 രൂപയോ അതിന് മുകളിലോ ചാർജ് ആകുമെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ്. അടിസ്ഥാന നിരക്ക് തന്നെ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ 5 മുതൽ 10 കിലോമീറ്റർ വരെയും 10 മുതൽ 15 വരെയും 15 കിലോമീറ്ററിന് മുകളിലും ഓരോ നിരക്കുകളാണ് ബന്ധപ്പെട്ട ഏജൻസി അല്ലെങ്കിൽ വിതരണ കമ്പനി നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിരക്ക് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഗ്യാസ് സിലിണ്ടർ നമുക്ക് ലഭിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പോരാ. പ്രത്യേകിച്ച് ഈ വില കൂടി നിൽക്കുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടറിൻ്റെ തൂക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് 14.2 കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഇന്ധനം കൂടി നിറച്ചു കഴിയുമ്പോൾ ഇത്രത്തോളം തന്നെ ഭാരം വീണ്ടും വർദ്ധിക്കും. അതായത് 30 കിലോയ്ക്കടുത്ത്, പ്രത്യേകിച്ച് 28 കിലോയ്ക്കും 30 കിലോയ്ക്കും ഇടയ്ക്ക് ഭാരമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടണം. അതോടൊപ്പം തന്നെ സിലിണ്ടർ കൃത്യമായിട്ട് സീൽഡ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടണം. അതുമാത്രമല്ല, വിതരണ ഏജൻസിയിൽ നിന്നും നമ്മളുടെ വീടുകളിൽ തന്നെ ബന്ധപ്പെട്ട ഏജൻറ്റുമാർ ഇത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് ടെക്നീഷ്യന്മാർ കൃത്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ മറ്റ് ലീക്കേജോ പ്രശ്നങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കി കണക്ട് ചെയ്ത് നൽകണമെന്നൊക്കെയാണ് വ്യവസ്ഥ. പക്ഷേ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പാലിക്കപ്പെടാറില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ വശത്തായിട്ട് തന്നെ പ്രത്യേക കോഡുകൾ കാണാൻ സാധിക്കും. ABCD എന്നിങ്ങനെ 4 ക്വാർട്ടറുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. A എന്നുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്നുള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ. ഇതിങ്ങനെ 4 ക്വാർട്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള 2 അക്ക നമ്പർ, അത് നമ്മളുടെ വർഷത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കാലാവധിയെ 30 എന്നാണ് കാണുന്നത് എങ്കിൽ 2030 ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 28 ആണെങ്കിൽ 2028. ഒരു ഉദാഹരണത്തിന് A28 എന്നാണ് നമ്മൾ കാണുന്നത് എങ്കിൽ മാർച്ച് മാസം 2028 ഈ സിലിണ്ടറിൻ്റെ കാലാവധി അവസാനിക്കുന്നു എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്യാസ് സിലിണ്ടറിൻ്റെ നിലവിലുള്ള ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റമില്ല. 25-45 ദിവസത്തെ ലോക്കിംഗ് പീരീഡാണ് നിലവിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.